ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ മെയിൻലി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ്. മിക്കവരും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. പല അഡ്വർടൈസ്മെന്റ്സിലും സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുത്ത് പറയാറുണ്ട്, പാന്തിനോൾ അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ B5 എന്ന് പറയുന്നത്. ഈ ഒരു പാന്തിനോൾ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ എത്ര പെക്കുലാരിറ്റി ഉള്ളത്, എന്താണ് ഇതിൻ്റെ എത്ര സ്പെഷ്യാലിറ്റി എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു പാന്തിനോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് ഏത് സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്ന മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. വൈറ്റമിൻ B5 അല്ലെങ്കിൽ പാന്തോത്തിനിക് ആസിഡിന്റെ ഒരു ആൽക്കഹോളിക് ഡെറിവേറ്റീവ് ആണ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആൽക്കഹോളിക് കണ്ടന്റുള്ളതൊന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലല്ലോ, ഫേസിനെ ഡ്രൈ ഔട്ട് ആക്കും, പിമ്പിൾസ് വരും, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ടല്ലോ. പക്ഷെ അത് വേറെ ഇത് വേറെ. പാന്തിനോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അത് എന്താണെന്ന് വെച്ചാൽ പാന്തിനോൾ വൈറ്റമിൻ B5ന്റെ സ്ട്രക്ചറിന് സിമിലർ ആണ്. ഇതിനൊരു എക്സ്ട്രാ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഇത് ആൽക്കഹോൾ ഡെറിവേറ്റീവ് ആകാനുള്ള കാരണം. ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന്റെ അകത്തേക്ക് പിനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു പവർ ഈ ഒരു പാന്തിനോളിനുണ്ട്. ഇത് പെട്ടെന്ന് പിനിട്രേറ്റ് ചെയ്ത് പോയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് പാന്തോത്തിനിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B5 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഈ ഒരു ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നത്. ഈ ഒരു പാന്തിനോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്കിന്നിന് ഇതിനെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് നോക്കാം. മെയിൻ ആയിട്ട് പാന്തിനോളിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പാന്തിനോൾ നന്നായിട്ട് നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പാന്തിനോൾ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ഹ്യൂമക്റ്റൻ പ്രോപ്പർട്ടി ഉണ്ട്. ഹ്യൂമക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റിനെ ഇത് അട്രാക്ട് ചെയ്യും. അതായത് നമ്മൾ ഫേസിലെ സ്കിന്നിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിനെ ഇത് അട്രാക്ട് ചെയ്തിട്ട് ഒരു നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് സപ്പിളായിട്ട് വെക്കാനായിട്ട് ഈ ഒരു പാന്തിനോൾ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇതിനൊരു ഇമോലിയൻ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാന്തിനോൾ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് സപ്പിളായിട്ട് വെക്കാനായിട്ട് ഈ ഒരു പാന്തിനോൾ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് പാന്തിനോൾ എന്ന് പറഞ്ഞാൽ ആന്റി ഏജിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് പാന്തിനോൾ കണ്ടന്റുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ടിഷ്യൂസ്, അതായത് പുതിയ പുതിയ ടിഷ്യൂസ് പെട്ടെന്ന് വരാനും, അതായത് ഇത് ഫിബ്രോബ്ലാസ്റ്റ് പ്രോലിഫറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവുകൾ പെട്ടെന്ന് ഉണക്കാനും, സ്കാർ വരാതിരിക്കാനും, സ്കാർസ് ചെറിയ ചെറിയ സ്കാർസ് ആണെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യാനും ഈ ഒരു പാന്തിനോൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കാനും പാന്തിനോൾ കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സ് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പാന്തിനോളിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ്, റെഡ്നെസ് ഒക്കെ കുറയ്ക്കാനും ഈ ഒരു പാന്തിനോൾ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചില കണ്ടീഷൻസ്, അതായത് ഡെർമറ്റൈറ്റിസ്, എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതുപോലെ സോറിയാസിസ്, എക്സീമ, ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ പാന്തിനോൾ കണ്ടന്റുള്ള പ്രോഡക്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പാന്തിനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിലും ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മെയിൻലി ഇത് നമ്മുടെ ഹെയറിൽ വരുന്ന മോയ്സ്ചറൈസറിനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മിക്ക അഡ്വർടൈസ്മെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഷാംപൂസിന്റെ കണ്ടീഷനിലൊക്കെ പ്രോ വൈറ്റമിൻ B5 എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇത് മെയിൻലി നമ്മുടെ ഹെയറിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഹെയറിൽ അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പാന്തിനോൾ അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ B5 എന്ന് പറയുന്നത്. ഈ ഒരു പാന്തിനോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൽ പാന്തിനോൾ അടങ്ങിയിട്ടുണ്ടോ എന്ന്. പാന്തിനോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ മാത്രമല്ല മെൻഷൻ ചെയ്യുന്നത്, ഒരുപാട് പേരുകളുണ്ട് ഇതിന്. അതായത് പാന്തിനോൾ, പ്രോ വൈറ്റമിൻ B5 അതിന് ഈ ഒരു സൈഡിൽ കൊടുക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പേര് അതിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു പ്രോ വൈറ്റമിൻ B5 ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ഈ ഒരു പ്രോ വൈറ്റമിൻ B5 ഉള്ള പ്രോഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരിക്കാം. ഇത് ഏത് സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം, ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ. ഫസ്റ്റ്ലി ഒരു ഡൗട്ട് മെയിൻലി വരുന്നത്, ഇത് നോൺ കൊമിഡോജനിക് ആണോ അല്ലെങ്കിൽ കൊമിഡോജനിക് ആണോ, നമ്മുടെ സ്കിന്നിൽ ഇത് ഉപയോഗിച്ചാലായിട്ട് ആഗ്നീസും പിമ്പിൾസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന്. മെയിൻലി ഈ ഒരു പാന്തിനോൾ എന്ന് പറഞ്ഞാൽ മിക്ക സ്കിൻ ടൈപ്പിന് വളരെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിൽ നോൺ കൊമിഡോജനിക് എന്ന് വല്ല മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പാന്തിനോൾ എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ, അതായത് ഇത് മെയിൻലി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് പവർ അല്ലേ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്നി സ്കിന്നിൽ ഉപയോഗിച്ചാലായിട്ട് ആഗ്നീസ് കൂടാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന്. അത് ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ നോൺ കൊമിഡോജനിക് ആണോ, നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റ് നോൺ കൊമിഡോജനിക് ആണോ എന്ന് നോക്കിയിട്ട് വാങ്ങാനായിട്ട് നോക്കാം.
രണ്ടാമത് പാന്റിനോൾ ആക്നി സ്കിന്നിന് അല്ലെങ്കിൽ ആക്നി ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു പാന്റിനോൾ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടി ഇത് പാന്തോത്തിനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു പാന്തോത്തിനിക് ആസിഡ് നമ്മുടെ സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്നീസ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഹെൽപ്പ് ചെയ്യും. സോ ആക്നി സ്കിൻ ടൈപ്പിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഈ ഒരു പാന്റിനോൾ എന്ന് പറയുന്നത്. മെയിൻലി വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും ഇത് സ്കാർ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ സ്കാർസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പാന്റിനോൾ പ്രോഡക്ട്സ് ഉപയോഗിക്കാവുന്നു. പാന്റിനോൾ പ്രോഡക്ട്സ് സ്കാർസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പാന്റിനോളിന്റെ ഒക്കെ സ്കാർ ക്രീംസ് ഒക്കെ ഒരുപാടുണ്ട്. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സ്കാർസ് ട്രീറ്റ് ചെയ്യാൻ. ഞാൻ ഫോട്ടോസ് കൊടുക്കാം കേട്ടോ, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന ക്രീംസ്. സോ അത് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സ്കാർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സ്കാർസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ഒരു സ്കാർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രീംസ് വെച്ചുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡ് സ്കാർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പുതിയതായിട്ട് വരുന്ന ചെറിയ ചെറിയ സ്കാർസ് ഒക്കെ ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പാന്റിനോൾ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു പാന്റിനോളിന് ഈ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ റെഡ്നെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇത് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ കൂട്ട് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്കാർസ് വരുന്നത് റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു പാന്റിനോൾ പ്രോഡക്ട്സ് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഡൗട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പാന്റിനോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ആക്ച്വലി പാന്റിനോൾ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട്. സോ ആന്റി ഏജിങ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പാന്റിനോൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പാന്റിനോൾ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് മറ്റു ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ എന്താ റെറ്റിനോൾ പ്രോഡക്ട്സോ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ പാന്റിനോളിന്റെ ഇപ്പൊ നിങ്ങൾ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ പാന്റിനോളിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് വൈറ്റമിൻ സി സെറമോ അല്ലെങ്കിൽ റെറ്റിനോളിന്റെ സെറമോ ഒക്കെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് ഒരു കറക്റ്റ് ഒരു സ്കിൻ കെയർ റുട്ടീൻ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആന്റി ഏജിങ്ങിനും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പാന്റിനോൾ നമ്മൾ ആന്റി ഏജിങ്ങിന് വേണ്ടി മറ്റു ഇൻഗ്രീഡിയൻസിൽ അതായത് വൈറ്റമിൻ സി റെറ്റിനോളിന്റെ ഒക്കെ കൂടെ ഉപയോഗിച്ചാൽ ആ ഒരു പാന്റിനോളിന്റെ തന്നെ ആ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടീനെ എൻഹാൻസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ആന്റി ഏജിങ് പ്രോപ്പർട്ടിക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ഈ ഒരു പാന്റിനോൾ പ്രോഡക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. പാന്റിനോളും നിയാസിനാമൈഡും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന് തന്നെ പറയാം. നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് അല്ലെങ്കിൽ സ്കിന്നിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും സപ്പിൾ ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു രണ്ട് പ്രോഡക്ട്സ് കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് കമ്പൈൻ ചെയ്യുക എന്ന് മീൻസ് ഇപ്പോൾ നിങ്ങൾ പാന്റിനോളിന്റെ ഒരു ക്രീം ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിയാസിനാമൈഡിന്റെ ഒരു സെറം ചൂസ് ചെയ്യുക. ആ ഒരു കറക്റ്റ് സ്കിൻ കെയർ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും ഈവൻ ടോൺ ആക്കാനും സ്കിന്നിന്റെ ആക്നീസും പിമ്പിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ രണ്ട് പ്രോഡക്ട്സും ഹെൽപ്പ് ചെയ്യും. ഇനി പ്രോ വൈറ്റമിൻ B5 അടങ്ങിയിരിക്കുന്ന മോയ്സ്ചറൈസർ നമുക്ക് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഈ ഒരു പ്രോ വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡ്രൈ സ്കിന്നിനായാലും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനോ സെൻസിറ്റീവ് സ്കിന്നോ കോമ്പിനേഷൻ സ്കിന്നോ ഏത് സ്കിൻ ടൈപ്പിനായാലും സ്യൂട്ട് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മെയിൻലി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ സ്യൂട്ട് ആവുന്നതും ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. സോ ഡെയിലി ബേസിസിൽ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്തിനെ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി പ്രോ വൈറ്റമിൻ B5 അല്ലെങ്കിൽ പാന്തോത്തിനിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? മെയിൻലി ഒരുപാട് പ്രോഡക്ട്സിലുണ്ട് പറയുകയാണെങ്കിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഫേസ് വാഷസ് ആയാലും പ്രോ വൈറ്റമിൻ B5 നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മെയിൻലി സെൻസിറ്റീവ് സ്കിൻ ആയാലും ഡ്രൈ സ്കിന്നിനും ഒക്കെ ഉള്ള ഫേസ് വാഷസിൽ മിക്കതിലും നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ഒക്കെ ബെസ്റ്റായിട്ട് ഈ ഒരു ഡ്രൈ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷസ് ആണ്. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ ഫേസ് ക്രീംസ്, മോയ്സ്ചറൈസേഴ്സ്, സെറം ഇതെല്ലാം പ്രോ വൈറ്റമിൻ B5 ഇൻക്ലൂഡഡ് ആണ്. ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ ഫേസിന് ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി മാത്രമല്ല കൊടുക്കുന്നത്, നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് സപ്പിൾ ആയിട്ട് വെക്കാനും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യും. സോ ഡെക്സ് പാന്റിനോൾ അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ B5 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും സ്കിന്നിലെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ആന്റി ഏജിങ്ങിന് സ്കാർസ് റെഡ്യൂസ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പ്രോ വൈറ്റമിൻ B5 എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഒരു സൂപ്പർ ഹീറോ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോ വൈറ്റമിൻ B5 എന്ന് പറയുന്നത്. പക്ഷെ ഒരു ദിവസം ഉപയോഗിച്ചാലൊന്നും ഇതിന്റെ റിസൾട്ട് കിട്ടൂല. ഡെയിലി ബേസിസിൽ ഈ ഒരു പ്രോ വൈറ്റമിൻ B5 ഉള്ള പ്രോഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ സ്കിന്നിലെ ആ ഒരു ടെക്സ്ചർ വരെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിന് നല്ല പെനിട്രേഷൻ പവർ ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഇതിനുണ്ട്.
സോ അതുകൊണ്ട് തന്നെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നല്ല സപ്പിളായിട്ട് വെക്കാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. സോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.